GXEST 204 പ്രോഗ്രാമിംഗ് ഇൻ സി. ഡെന്നിസ് റിച്ചി എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് AT&T ബെൽ ലബോറട്ടറീസിൽ വെച്ച് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഈ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് എ പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജ്. നമ്മളുടെ മൊഡ്യൂൾ 1 ഫസ്റ്റ് ടോപ്പിക്കാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൺസ്ട്രക്ട് ചെയ്തത് ഈ ക്യാരക്ടർ സെറ്റ് വെച്ചിട്ടാണ്. ഇതിൽ ആൽഫബറ്റ്സ് ഉണ്ടാകും, ഡിജിറ്റ്സ്, സ്പെഷ്യൽ സിമ്പിൾസ്, ഈ 3 കാര്യങ്ങളാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ A to Z, ക്യാപിറ്റൽ ലെറ്റർ A to Z, അതായത് കേസ് സെൻസിറ്റീവ് ആണ്, ലോവർ കേസ് അപ്പർ കേസ് ലെറ്റേഴ്സ്. പിന്നെ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 0 to 9. പിന്നെ അടുത്തത് സ്പെഷ്യൽ സിമ്പിൾസ്, #, $, ഇതെല്ലാം സ്പെഷ്യൽ സിമ്പിൾസിൽ പെടും. പിന്നെ അടുത്തത് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് അതൊരു ഫിക്സഡ് വാല്യൂ ആണ്. ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്, ക്യാരക്ടർ കോൺസ്റ്റൻസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അടുത്തത് ഐഡൻറ്റിഫയർ. ഇറ്റ് ഈസ് യൂസ് ടു ഐഡൻറ്റിഫൈ എൻ അറേ, ഫംഗ്ഷൻ നെയിം, എക്സെട്ര. 4 റൂൾസ് ഉണ്ട് ഐഡൻറ്റിഫയേഴ്സിൽ. അതായത് ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. അത് ഒന്നാമത്തെ റൂള്. പിന്നെ രണ്ടാമത്തെ റൂള്, ഇറ്റ് ഷുഡ് നോട്ട് സ്റ്റാർട്ട്സ് വിത്ത് എ ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ അണ്ടർസ്കോർ വെച്ചിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇത് കേസ് സെൻസിറ്റീവ് ആണ്. പിന്നെ ഇറ്റ് ഷുഡ് നോട്ട് ബി കീവേഡ് എന്ന് പറയും. പിന്നെ സ്പെഷ്യൽ സിമ്പിൾസ് പാടില്ല എന്നും പറയും. ഓക്കെ, ഇപ്പോൾ നമുക്കിതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ അബൌട്ട് ഐഡൻറ്റിഫയേഴ്സ്, വാട്ട് ആർ ദ 4 റൂൾസ് ഓഫ് ഐഡൻറ്റിഫയേഴ്സ്. അങ്ങനെ തിയറി ആയിട്ട് വരാം. പിന്നെയെന്ന് വെച്ചാൽ ഐഡൻറ്റിഫയറിൻ്റെ എക്സാമ്പിൾ ഇടാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഇട്ടിട്ട് അത് ഐഡൻറ്റിഫയർ ആണോ അല്ലയോ ജസ്റ്റിഫൈ വിത്ത് യുവർ റീസൺ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ജസ്റ്റിഫൈ എന്ന് പറഞ്ഞ് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ABC ചോദിക്കാം, ഇത് ഐഡൻറ്റിഫയർ ആണോ അല്ലയോ. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഇത് ഐഡൻറ്റിഫയർ ആണ്, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ ആൽഫബറ്റ്സ്. ഓക്കെ, ഇനി അടുത്തത് _1 2 3, ഇത് ഐഡൻറ്റിഫയർ ആണോ? അതെ, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് അണ്ടർസ്കോർ. ഓക്കെ, പിന്നെ അടുത്തത് 1 സം, ഇത് ഐഡൻറ്റിഫയർ ആണോ എന്നുള്ളത്. ഇറ്റ് ഈസ് നോട്ട് എൻ ഐഡൻറ്റിഫയർ ബിക്കോസ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ഡിജിറ്റ്. സോ ഇത്രയാണ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. ഇതിന് 2 ക്വസ്റ്റിനെ വരാവുന്നുള്ളൂ മാക്സിമം. എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഐഡൻറ്റിഫയറിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കാം, 4 റൂൾസ് ഏതൊക്കെയാണ് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അത് ഐഡൻറ്റിഫയർ ആണോ അല്ലയോ ജസ്റ്റിഫിക്കേഷൻ ചോദിക്കാം. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കീവേഡ് എന്ന് പറയും. കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ ഫിക്സഡ് മീനിങ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച്. നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ 32 കീവേഡ്സ് ഉണ്ട്. ആ ഒരു കീവേഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് വാരിയബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഐഡൻറ്റിഫയേഴ്സ് ആയിട്ടോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു ഫിക്സഡ് മീനിങ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, പ്രിൻ്റ്എഫ്, സ്കാൻഎഫ്, ഇതെല്ലാം കീവേഡ്സാണ്. കാരണം ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു ഇൻറ്റിജർ വാരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഡാറ്റ ടൈപ്പാണ്. പിന്നെ അതുപോലെ തന്നെ പ്രിൻ്റ്എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യാനുള്ളൊരു കീവേഡാണ്. സോ കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് മീനിങ് ഉണ്ട്, അത് ചേഞ്ച് ചെയ്യില്ല. ദാറ്റ് ഇസ് റിസർവ്ഡ് വേർഡ്സ്.